പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഈ ഓലച്ചെടി ഉണ്ടല്ലോ, എൻ്റെ പേരറിയില്ല കേട്ടോ, എൻ്റെ പേരറിയില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 4 ചട്ടി നമ്മൾ ഇതിന് പിന്നെ പറിച്ചിട്ട് ഒരു വീട്ടിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ചട്ടി കാലിയായിരിക്കുമ്പോൾ അതന്നെ അതിൻ്റെ ചെറിയ തൈകൾ പിരിച്ചിട്ട് നമ്മൾ ചെറിയ ഇതിൽ ആണ് ആദ്യം നട്ടിരുന്നത്. ആ വേര് പിടിച്ചപ്പോൾ നമ്മൾ വലിയ ചട്ടിക്ക് മാറ്റി. ആദ്യം തന്നെ വലിയ ചട്ടിക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിനുള്ള വളവും ഇതൊക്കെ വീണ്ടും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം വേര് പിടിച്ച് നമ്മൾ സക്സസ് ആയാൽ മാത്രമാണ് വലിയ ചട്ടിക്ക് ഇത് നടുന്നത് കേട്ടോ. അതുവരെ നമ്മളത് വലിയ ചട്ടികളിലേക്ക് മാറ്റണില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഇതൊക്കെ ഇപ്പോൾ ചട്ടികൾ വലുതിങ്ങനെ മാറ്റിയതാണ് കേട്ടോ. ഇത് ഇവിടെ പുതിയ ചട്ടികളല്ല, നമ്മളിവിടെ ഈ പോട്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ ചെടികളിങ്ങനെ മാറ്റി സ്ഥാപിക്കുമ്പോൾ വലിയ ചട്ടികൾ ആക്കുമ്പോൾ ചെറിയ ചട്ടിയൊക്കെ ഇങ്ങനെ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വലിയ ചട്ടിക്ക് മാറ്റുന്നത്. ഒന്നിച്ചുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വലിയ ചട്ടിക്ക് ഇത് മാറ്റൂല കേട്ടോ. അതാണ് ഇതിങ്ങനെ ചെറിയ ചട്ടികളിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് നമ്മളിത് വലിയ ചട്ടിയിലാക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ചുള്ള വളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മളിവിടെ തക്കാളി നട്ടിരുന്നല്ലോ, തക്കാളിയൊക്കെ കഴിയുമ്പോൾ പൂവ് വരാൻ തുടങ്ങി കേട്ടോ. തക്കാളി ഒരു 10 തക്കാളി ഉണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ഇടവിളായിട്ട് വെണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി അത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. അതിന് നമ്മളിവിടെ കുറച്ച് കൊള്ളിയൊക്കെ വെച്ച് അലകൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിമക്ക് ഇതൊരുപാട് നീണ്ടു പോകുന്ന ഒരു തക്കാളിയാണ്, നല്ല ഒരു 1.5 ആളെ ഹൈറ്റൊക്കെ വരും. അപ്പോൾ അത് ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ച് പൊന്തുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കമ്പുകളൊക്കെ കെട്ടി കൊടുത്ത് അത് ഇതാകണ്ട കേട്ടോ. ഇത് വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് കായ കുറവായിക്കാരം. അപ്പോൾ ചെറിയ കമ്പുകൾ ഇങ്ങനെ ഉണ്ടായി അത് കായ ഇങ്ങനെ പൂളിലൊക്കെ കൊഴിഞ്ഞാടും. നമ്മളിത് ശരിക്കും ഇത് വല്ല കയറിനോ അല്ലെങ്കിൽ കൊള്ളിക്കോ കെട്ടിയിട്ട് നിർത്തേണ്ടതുണ്ട്. ഇത് ഈ ഒരു തക്കാളിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇത് നമ്മൾ നട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് നട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു വളർച്ചൻ്റെ അത് കണ്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വളരുന്നുണ്ട് എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് നമുക്ക് ഈ കാണുന്നത്. വേണ്ടിയില്ല, ഇതൊക്കെ ചെറുതാണ്. ആ തക്കാളിയും വഴുതനങ്ങയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വളർച്ച നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കും. വേണ്ടിയില്ല, ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു പകുതി ആയിട്ടുള്ളൂ. നമ്മൾ ഒരാഴ്ചൻ്റെ വ്യത്യാസമാണുള്ളത് കേട്ടോ. ഒരേ വളം ഒരേതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പടവലം അതേമാതിരി തന്നെ കോവയ്ക്ക് നട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ പന്തൽമ കയറിയിട്ടുണ്ട്, പന്തൽമക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീച്ചൊക്കെ ഉണ്ടായത് അതിനൊരു കേട് വന്നിട്ട് ഒരു തുരുമ്പൽ കേടാ വന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കേട് വന്നത് ഉണ്ടാവണില്ല. അപ്പോൾ അത് ഇന്നലെ ഞാൻ പറിച്ചിട്ട് ഇത് ഈ ഇങ്ങനെ ഇത് ഒരു തുരുമ്പലിൻ്റെ ഒരു കേട് വന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു കീടങ്ങളൊന്നും കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് അറിയില്ല കേട്ടോ. അതിൽ പറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇടയിൽ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ തൈ കൊടുന്നിരുന്നു, അത് വിത്ത് കൊടുന്നിട്ട് നമ്മൾ പാവി മുളപ്പിച്ചിട്ടാണ് ഇത് ഇതിലേക്ക് മാറ്റി നട്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു പുഴു, ഈ പുഴുക്കളാണ് ഈ കേടുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ ഒരു പീച്ചൊക്കെ എടുത്തപ്പോൾ അതിമന്ന് ചാടിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഈ കൃഷിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, അപ്പോൾ ഇതിൻ്റെയൊക്കെ കേടുകൾ അറിയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കയ്പ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്പ്പൊക്കെ അതിങ്ങനെ പടർന്നിങ്ങനെ കയറുന്നുള്ളൂ. ഇത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇടവിളായിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചിരങ്ങൻ്റെ ഒരു തൈയുണ്ട്. ചിരങ്ങ കോവക്ക ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പന്തലിൻ്റെ മുകളിലെത്തി പടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കവുങ്ങിൻ്റെ അലക് വെച്ചിട്ടാണ് ഈ ഒരു പന്തലിട്ട് കൊടുത്തത്. ഇത് ശരിക്കും പന്തലിട്ടെങ്കിൽ ഈ പടവലം ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. നിലത്തായാലും അത് നീണ്ടു പോണ സാധനമല്ല, തൂങ്ങിക്കായ ഉണ്ടാകുമ്പോൾ ചുരുണ്ടിട്ടും നീണ്ടിട്ടും ഒക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാഭാവിക വളർച്ച കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ പന്തലിടുന്നത്. പിന്നെ ഇവിടെ കർമ്മത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, പപ്പായൻ്റെ തൈയുണ്ട്, അവിടെയുണ്ട് കയ്പ്പക്കൻ്റെ മരട് ഇവിടെയുണ്ട്. ഇതിനൊരു കേടാണ്, അതാണ് അങ്ങനെ വെക്കുന്നത്.
ഈ കയ്പയ്ക്കൊക്കെ ഒരേ ഇതിലാണ്. ഇവിടെയുണ്ട് കർമ്മത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർമ്മത്തിൻ്റെ വിശേഷമൊക്കെ കർമ്മത്തി പച്ചക്കറിൻ്റെ ചെറിയൊരു വിശേഷമാണെന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ തക്കാളി ഈ ഒരു ചുമരിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വഴുതനങ്ങ നമ്മൾ ഒരുപാട് ഒന്ന് പറിച്ചിട്ടോ, ഇന്നലെയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങൻ്റെ ഒക്കെ ഈ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കൊത്തി ഇതാക്കി നല്ല താഴുന്നുണ്ട്. ഒരു ഇളകിയ മണ്ണാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഈ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്. വഴുതനങ്ങ നല്ല കാപ്പിടുത്തുണ്ട് കേട്ടോ. നല്ല നമ്മൾ ഇത് നമുക്ക് നല്ല വിളവ് കിട്ടിയൊരു വഴുതനങ്ങ ഇനാണ്. ഇതിൻ്റെ വിത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മഞ്ഞ മത്തനാണ് കേട്ടോ. മഞ്ഞ മത്തന് പൂവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടാവുമെന്ന് അറിയില്ല. അത് നമ്മൾ 2-3 മത്തന് പറിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ ഈ വള്ളി ഇങ്ങനെ വലുതായിട്ട് പിന്നെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് സക്സസ് ആവുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കർമ്മത്തി പഴുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തൊന്നുണ്ടായിരുന്നു. അത് ഇന്നലെ പഴുത്തപ്പോൾ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പഴുത്തിട്ട് കഴിക്കാന്നുള്ളതിലാണ് നമ്മളിവിടെ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വവ്വാലും അതുപോലെ കാക്കകിളികളൊക്കെ കൊത്തി നാശമായി. കിളികളൊക്കെ കൊത്തിയപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും പേടിയാണ്, കൊടുക്കാനും പേടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ചോളത്തിൻ്റെ ഇത് കണ്ടില്ലേ, ചോളം ഇത് നല്ല വലിപ്പമുള്ളൊരു കായാണ് കേട്ടോ. ഏകദേശം ഒരു 2 ചാണോളം വരും. ഇത്ര നീളമുള്ളൊരു ചോളം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മളെ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇതിങ്ങനെ കണ്ടില്ലേ, ഒരു 1.5 ചാണോളം വലിപ്പമുണ്ട് ഇത്. അതിൽ ഇവിടെയൊക്കെ മാത്രമേ ഇത് കായ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത്ര നീളമുള്ളൊരു ചോളത്തിൻ്റെ ഒരു കായാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചെറുത് ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ പറിക്കാനാവണുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഉണ്ട്. ഇതിനെന്തോ ഒരു കേട് പറ്റിയത് പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടിയപ്പോൾ അതിൻ്റെ കുരുകളൊക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനെന്തോ ഒരു കേടാണ്. ആ ഭാഗത്തൊക്കെ ചോളങ്ങൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മുളക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തണലായതുകൊണ്ട് അത് വലിയൊരു വളർച്ച പോരാ. ഇതുപോലെ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് മുളകൊക്കെ മുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ചെടിച്ചീര ഉണ്ടോ, കോഴിച്ചീര എന്നും പറയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കയ്പൊക്കെ നട്ടിരുന്നു. അതിപ്പോൾ ഈ ചോളത്തിൻ്റെ അതിമ കൂടെ പടർന്നു പോകണം. ഇനി ആ പന്തൽമൊക്കെ അതാണ്ട് വിടണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിർത്തുന്നത്. ചോളത്തുമെന്ന് പറിക്കണില്ല. ഇപ്പോൾ ഇത് ചോളത്തുമെന്ന് ഒഴിവാക്കണില്ല, അതങ്ങനെ നിർത്തുന്നത്. പിന്നെ ഇത് ഒരു കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക് ഒരു വയലറ്റ് നിറമാണ് അതിൻ്റെ ഇത്. അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പയറുണ്ടാവുന്നുണ്ട്. പയർ നമ്മൾ ഒരുപാട് പറിക്കണ വീഡിയോ നമ്മൾ ഇതിൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ചാനലിലുണ്ടാവും. അതൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ തക്കാളി ഉണ്ടോ, ഇതിൻ്റെ വള്ളി അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്നൊരു 2 ആളെ വലുപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേറെ ആയിട്ടുണ്ടാവും നീട്ടി പിടിക്കുകയാണെങ്കിൽ. എന്നിട്ടാണ് ഇതിന്മേ തക്കാളി ഉണ്ടാകാൻ തുടങ്ങിയത് കേട്ടോ. അത് ആ തണലിൽ നിന്നതുകൊണ്ടാവും അങ്ങനെ കരുതുന്നു. തക്കാളി നല്ല കായപ്പിടുത്തുള്ള തക്കാളികളാണ് ഇതിന്മേലുള്ളത്. ഇത് വേണ്ടിയില്ലേ, ഈ നല്ല തക്കാളികളാണ്. പിന്നെ ഇവിടെ വഴുതനങ്ങ ഇതുണ്ടോ, വഴുതനങ്ങ അത് നല്ല വഴുതനങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ നമുക്ക് ഒരുപാട് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ റോസ് വെട്ടിയപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ
അത് വെറുതെ നട്ടതാണ് കേട്ടോ. അതൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിനൊക്കെ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടില്ല, ഇവിടെയൊക്കെ പൂവുണ്ടായി ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കൈപ്പക്കൻ്റെ വള്ളിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മളെ പയർ ഇങ്ങനെ കണ്ടില്ല, പയർ ഇങ്ങനെ വീടിൻ്റെ ഈ ഉപ്പുമ്മ ഒരു കയറ് കെട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിന്നെ നല്ല പയറുകളാണ്. ഇത് കണ്ടില്ല, ഇതൊക്കെ പയർ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അറുത്തിട്ടോ. ഇത് ഡെയിലി വേണമെങ്കിൽ നമുക്ക് അറക്കാണ്ട് വരും. ഇപ്പോൾ നമ്മൾ ഒന്നരാടട്ട് നമ്മൾ ആവശ്യത്തിനാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ടും വലിയ ഒരു ഉപയോഗം ഇല്ലാത്തതുകൊണ്ടും അപ്പോൾ അതിങ്ങനെ നിർത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നിച്ചാണ് പറിക്കുക, പറിക്കലൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ, ഇത് നല്ല വലിപ്പമുള്ളൊരു പയറാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 മീറ്ററോളം വലിപ്പമുണ്ട് ഒരു പയർ. ഒരു പയർ നല്ല ഒരാൾക്കൊരു 4-5 പയറുണ്ടെങ്കിൽ ഒരാൾക്കൊരു ഇതിന് ഉപ്പേരിക്കുള്ള പയറാണ്. പിന്നെ ഇതൊരു പച്ച പയറാണ് കേട്ടോ. ഇത് ഒരുപാട് വലിപ്പമുണ്ട്. വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 3/4 മീറ്ററിലേറെ വലിപ്പമുണ്ട് കേട്ടോ. അത് ഇപ്പോൾ നമുക്കത് അതിൻ്റെ ആ വലിപ്പം കാണണമെങ്കിൽ ഇപ്പോൾ വലിപ്പം ഏകദേശം 1, 2, 3 ഒരു 4 ചാണോളം വലിപ്പമുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പമുണ്ട്. ഇത് വലിയ പയറാണ്. ഇത് പഴുത്തിട്ടുണ്ട്, ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ട്. ഇത് വിത്തിന് നിർത്തിയതാണ്. നമ്മളടുത്ത് വേറെ അതിൻ്റെ വിത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വിത്ത് കുറച്ച് ആവശ്യമുണ്ട് അതിൻ്റെ. പിന്നെ ഈ ഭാഗത്ത് ആണ് ഏലം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഒരു 1.5 ആളെ പൊക്കം ഏതായാലും ഉണ്ടായി. പിന്നെ ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ പിന്നെ ഈ പ്ലാവുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ആ ചിരങ്ങ നമ്മളിവിടെ കുഴിച്ചിട്ടുള്ളത് കേട്ടോ. പ്ലാവ് കണ്ടില്ല, വിയറ്റ്നാം വേരിൽ പ്ലാവാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ പിന്നെ കുമ്പളങ്ങൻ്റെ വള്ളി പടർന്നിട്ടുണ്ട്. ചെറിയ കുമ്പളങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാൻ അത്ര വലുപ്പമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. കുമ്പളങ്ങ ഉണ്ട്. പിന്നെ ഇവിടെ ഈ പയർ പിന്നെ വാളനമരക്ക എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. ബീൻസ് മോഡലുള്ളതാണ്, കുറച്ച് വലുപ്പമുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ പയറും ഇതിൻ്റെ മുകളിലാണ് പടർന്നിട്ടുള്ളത് കേട്ടോ. അത് ഞാനിങ്ങനെ കാണുമെന്നറിയില്ല. പിന്നെ കുറേ പിന്നെ പൊങ്ങിയൊരു ഇതിൻ്റെ മുകൾക്കാണ് പടർത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ പിന്നെ വേണ്ടിയില്ലേ അമരപ്പയർ പടർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പയർ ഇങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പയർ നമ്മൾ ഇത്ര ഒന്നും പടർന്ന് ഉണ്ടാവും നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ. ഒരു 5-6 വള്ളിയാണ് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഈ ഒരു കമ്പുമ്മ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി കേട്ടോ. അത് പിന്നെ കയറ് കെട്ടി നമ്മൾ പിന്നെ പന്തലുണ്ടാക്കി അതിങ്ങനെ പടർന്ന് ഇങ്ങനെ വലിയൊരു പന്തലായിട്ടോ. ഇത്രയൊന്നും പയർ പടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നല്ല പിന്നെ പയറുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള പയറുകളാണിത്, നല്ല ടേസ്റ്റുള്ള പയറുകളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു പിന്നെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. വേണ്ടിയില്ലേ, അത് നല്ല വലിപ്പമുള്ള പയറാണ് കേട്ടോ. അതിൻ്റെ ഈ വലിപ്പം നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇത് വേണ്ടിയില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏകദേശം ഒരു 3/4 മീറ്ററോളം വലിപ്പമുള്ള പയറുകളാണിത് കേട്ടോ. നല്ല വലിപ്പമുള്ള പയറാണ്. നമുക്ക് ഈ ക്യാമറയിൽ ഇതിപ്പോൾ അത്ര പിന്നെ വലുതായിട്ട് കാണുന്നില്ലെങ്കിലും പിന്നെ നല്ല വലിപ്പമുള്ള പയറാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നാളെ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ.